ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്നും ഉള്ളൂരിൽ നിന്നൊക്കെ വളരെ അടുത്ത ലൊക്കേഷനിലാണ്. ഇവിടെ നിന്നും കേശവദാസപുരത്തേക്കാണെങ്കിലും സിറ്റിയിലേക്കാണെങ്കിലും ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ലൊക്കേഷൻ കൂടിയാണ്. ഇവിടെ 6.1 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി റെഡ് ബ്രിക്കിൽ, അതായത് ചുടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. അതും പുതിയ വീടാണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഈ ലക്ഷറി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,75,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നാച്ചുറൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഭാഗത്തായിട്ടും ഫുള്ള് പ്ലാന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും എൻട്രൻസ് ഉണ്ട്. അങ്ങനെ 2 ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ എക്സിറ്റോ എൻട്രൻസ് എന്ന് പറയാം, അങ്ങനെ 2 ഭാഗത്തുനിന്ന് കൂടെയും നമുക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മുൻവശത്ത് കാണുന്ന എല്ലാം നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിംഗ് ആണ്, അത് ടൈൽ ക്ലാഡിംഗ് അല്ല. ഇവിടെ ആയിട്ടും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയും അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാം നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇവിടെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിലും വലിയ സിറ്റ് ഔട്ടാണ്. സ്റ്റെപ്പ് എല്ലാം ലെപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് എല്ലാം 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിലോട്ട് നോക്കുവാണെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വലിയ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കട്ടളയും കതകും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തേക്കാണ്. ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളി WPC പാനലാണ് കൊടുത്തിരിക്കുകയാണ്. അതിൽ 3 ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ CNC കട്ടിങ് കൊടുത്തിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു DB ആണ്. DB നോക്കുവാണെങ്കിൽ അകമേ ഫുള്ള് ലെഗ്രൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനുമാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ഫോയറിലേക്ക് വരുന്നത്. ആ ഫോയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സെറൈഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിയിൽ കബോർഡ് സ്പേസ് കാണാം. അതുപോലെ ഇവിടെ ടെക്സ്ചർ കാണാം. ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം WPCയും അതുകൂടെ ഒരു പാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററും കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ലെഗ്രൻഡ് എന്ന ബ്രാൻഡ് തന്നെയാണ്. അവിടെ ഒരു ടവൽ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കുള്ള ഫോയറിൽ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് ഫുള്ള് CNC കട്ടിങ് കൊടുത്തുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ നോക്കുവാണെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി CNC കട്ടിങ് കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അത് കൂടാതെ സൈഡിൽ അത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഡൈനിങ് ഏരിയ കൂടിയാണ്, അത് എടുത്ത് പറയേണ്ടത്. ഇനി നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ലുക്ക് വൈസ് ഉണ്ട് ടോട്ടലി കാണാൻ വേണ്ടിയിട്ട്. ഒരു ബോട്ടൺ ലെവലിൽ നിന്ന് തന്നെ നമുക്കൊരു ഈ വിൻഡോ വരികയാണ്. അത്രയും ഹൈറ്റുള്ള വിൻഡോ ആണ്. അവിടെ ആയിട്ട് ഒരു പ്രോ ലിഫ്റ്റ് വിൻഡോ എന്ന് പറയാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ഒരു റിക്രിയേഷൻ ഏരിയയിലേക്ക് കടക്കണമെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നേരെ ഈ ഒരു പാറ്റിയോ സ്പേസിലേക്ക് ഇറങ്ങാം. ഇവിടെ മൊത്തത്തിൽ നാച്ചുറൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സ് കാണാം, ഫുള്ളി പെബിൾസ് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ ഒരു പാത്ത് വേ കാണാം, അതെല്ലാം നാച്ചുറൽ സ്റ്റോൺ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു നനകല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ വർക്ക് ഏരിയ എന്നും നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കിച്ചൺ മാത്രമല്ല വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് WPC പാനലാണ്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 3 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. പോയിന്റ് ലൈറ്റ്സും കൊടുത്തൊരു ആർച്ച് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ നോക്കുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു പ്രോ ലിഫ്റ്റ് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും കാണാം. അതുകൂടാതെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം WPC ആണ്. കബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല ഇവിടെ ആയിട്ട് വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളി യൂണിറ്റാണ്. നമുക്കെല്ലാം സ്റ്റോറേജ് സ്പേസിൽ അതിനകത്ത് വയ്ക്കാം. ഇത് ഇളക്കി എടുക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം മാറ്റിയെടുക്കാം. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു ഇങ്ങോട്ടേക്ക് വേറൊരു ഡ്യുവൽ ടോണിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് മൾട്ടി പർപ്പസ് സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിലും അത്യാവശ്യം സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെയും ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഫുള്ള് സ്ലാബ് കൊടുത്തിരിക്കുകയാണ്. ഈ വർക്ക് ഏരിയയിൽ സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 സിങ്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു കിച്ചണിലാണെങ്കിലും വർക്ക് ഏരിയയിലാണെങ്കിലും ഫുള്ളി ഒരു ഗ്രീൻ തീം, ആ ഒരു ചേരുന്ന രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ വീണ്ടും ഇത് കൂടാതെ വേണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ഈ ഫോയർ നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുള്ള റൂമാണ്. ഇതെല്ലാം 4x2 സൈസുള്ള വെറ്റിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും എപ്പോക്സി കൊടുത്തിട്ടുണ്ട്.
ഇവിടുത്തെ വിൻഡോ ഉണ്ട്, നല്ല ആക്സസ് റോഡിലേക്ക് കിട്ടുന്നതാണ്, വലിയ വിൻഡോ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് പ്രോ ലിഫ്റ്റ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കണേ, അവിടെ ആ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നല്ല ആക്സസ് കിട്ടുന്നതാണ്, നമുക്ക് കറക്റ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫുള്ളി റെഡ് ബ്രിക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇത്രയും സ്പേസ് വരുന്നുണ്ട്. അതെല്ലാം ടൈൽ ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാം. ഇനി ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ വലിയ ഹൈറ്റുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് വാർഡ്രോബും കൂടെ അങ്ങനെ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ട് വലിയൊരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഒത്തിരി ഹൈറ്റ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി അതുകൂടാതെ നമുക്ക് ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ്, ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഫുള്ളായിട്ട് ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. ഈ ഡോറെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് FRP ഡോർസാണ്, PVC ഡോറല്ല. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് വരാം. നോക്കുകയാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്യുന്നത് സെറയുടെ മെറ്റീരിയൽസാണ്, ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്, ഒരു ഹൈറ്റ് താഴ്ത്തിയിട്ടാണ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടെ തന്നെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട റൂമിൽ അതേപോലത്തെ ടൈൽസ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സീലിംഗ് ആയിട്ടില്ല, സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് FRP ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെയാണോ നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, വോൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെയും മെറ്റീരിയൽ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ നീളത്തിലുള്ള വലിയ വാഷ്റൂമാണിത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. ബാക്കി രണ്ട് ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഒരു ഹാങ്ങിങ് സ്റ്റെയറിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു കോടി അടക്കം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിലേക്ക് വരാം. ഫ്രണ്ട് സ്റ്റെപ്പ് റെഡ് ഗ്രാനൈറ്റ് റൈസർ ടൈലുമാണ്. ഇവിടെ ആയിട്ട് ഫുള്ളി ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ട് വലിയ പർഗോള കൊടുത്തിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് നല്ല വെട്ടം കിട്ടുന്നതാണ്. നീളത്തിലുള്ള പർഗോളയാണ്, 3 പർഗോള കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഒരു ഹാങ്ങിങ് സ്റ്റെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം CNC കട്ടിങ് കാണാം. ഇവിടെ മുകളിലായിട്ടാണെങ്കിൽ ഫുള്ള് സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വരുന്ന വലിയൊരു അപ്പർ ലോഞ്ചിലേക്കാണ്. ഒരു L ഷേപ്പിന് അപ്പർ ലോഞ്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും TV യൂണിറ്റ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ഇവിടെയും നമുക്കൊരു സ്പേസ് ഉണ്ട്, യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് എടുക്കാം. ഈ രണ്ട് ബെഡ്റൂം കൂടാതെ ഇവിടെ ഒരു പ്രയർ റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കിനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി നമ്മൾ താഴെ കണ്ടത് പോലെ തന്നെയാണ്. 12 അടി നീളവും 12 അടി വീതിയും വരുന്ന ഒരു റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്ലോസ് ചെയ്തിട്ടുള്ള മെറ്റൽ ടൈൽ തന്നെയാണ്. ഇവിടെ പുറത്തേക്ക് നല്ല ആക്സസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വാഷ്റൂം ഡോർ PVC ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വോൾ ഹാങ്ങിങ് ക്ലോസറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സോസ്റ്റ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് നാലാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും എല്ലാ ബെഡ്റൂമിലും പ്രത്യേകിച്ചുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് PVC ഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. താഴ്ത്തിയിട്ടാണ് ഒരു മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അത് കൂടാതെ ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയ. ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ബാൽക്കണിയാണ്, ഹാൻഡ് റെയിൽസ് ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു തൂണ് നോക്കുകയാണെങ്കിൽ ഫുള്ളി നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ആയിട്ട് ഒരു പ്രോ ലിഫ്റ്റ് വിൻഡോയും കാണാം. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് വരാം. ഈ ഒരു ഓപ്പൺ ടെറസ് നോക്കുവാണെങ്കിൽ ഫുള്ളി മുകളിലെല്ലാം ഷീറ്റ് ചെയ്തിരിക്കുകയാണ്, ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളമൊന്നും ഇങ്ങോട്ട് വീഴില്ല. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ അതിനൊരു റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെ ആയിട്ട് വാട്ടർ ടാങ്ക് ആണ് കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു ടാങ്ക് കൊണ്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ ആയിട്ട് പർഗോളയുടെ മുകളിലെ ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് ലൊക്കേഷൻ ആക്സസിന് ഏറ്റവും എളുപ്പം. പിന്നെ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്നും ഉള്ളൂരിൽ നിന്നും കേശവദാസപുരത്തു നിന്നൊക്കെ വളരെ ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള ലൊക്കേഷനാണ്. അതുകൂടാതെ തന്നെ സിറ്റിയിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ലൊക്കേഷൻ കൂടിയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ 4 സെൻറ്റ് 3 സെൻറ്റ് അങ്ങനെയൊക്കെയാണ് വീട്ടിൽ കിട്ടാറുള്ളത്. ഇതിന് 6 സെൻറ്റ്, അതായത് 6.1 സെൻറ്റ് ഉണ്ട്. ഇങ്ങനെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഫുള്ളി റെഡ് ബ്രിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുകളും ഉണ്ട്. അത് വേറെ അഡ്വാൻറ്റേജ് ആണ്, വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒത്തിണങ്ങിയ വീട്ടിൽ കിട്ടുന്നത് വളരെ അപൂർവം എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. ഇനി ഈ വീട് വെച്ച് ബിൽഡറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സിറ്റി ലൊക്കേഷനിലൊക്കെ ഇതുപോലുള്ള പുതിയ വീടുകൾ വെച്ച് വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ അങ്ങനെ ഒന്നുമില്ല. എന്നെപ്പോലുള്ള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് വഴി ബ്രോക്കേഴ്സ് വഴിയൊക്കെയാണ് വീട് സെറ്റ് ചെയ്യുന്നത്. പല ചാനലുകളിലും ഇതിൻ്റെ ബിൽഡേഴ്സ് എന്ന പേരിൽ ഓണർ എന്ന പേരിലൊക്കെ ഇതിൻ്റെ വീഡിയോ കാണാം. അതൊക്കെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ ഏജൻസോ മാത്രമാണ്. എന്നുകൂടെ എടുത്ത്
എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,75,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങുന്ന ആളിനെ സംബന്ധിച്ച് യാതൊരു കമ്മീഷനോ സർവീസ് ചാർജോ അങ്ങനെ ഒന്നും വരുന്നില്ല. അതുകൂടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.